ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നുള്ളത് ഹെമറ്റോളജിക്കകത്ത് വരുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം കേട്ടോ. ഇത് കിട്ടാതിരുന്നാൽ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഡെയിലി പഠിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് മൈലോബ്ലാസ്റ്റ് എക്സെപ്റ്റ്. ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് മൈലോബ്ലാസ്റ്റ് എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പ്രോമിനൻറ്റ് ന്യൂക്ലിയോലൈ, അതുപോലെ തന്നെ സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ്, പെറോക്സിഡേസ് പോസിറ്റിവിറ്റി, ഇതൊക്കെ മൈലോബ്ലാസ്റ്റിൻ്റെ ഫീച്ചറാണ്. ബട്ട് എന്തല്ല, PAS പോസിറ്റിവിറ്റി അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് വരുന്നില്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരിക C ആണ് കേട്ടോ. നെക്സ്റ്റ്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് AML ഈസ് ഗം ഹൈപ്പർട്രോഫി കോമൺ. എന്താണ് ഗം ഹൈപ്പർട്രോഫി കോമൺ ആയിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് AMLലാണെന്നാണ് ക്വസ്റ്റ്യൻ. M2, M1, M3, M5 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരിക M5 ആണ് കേട്ടോ. M5 ആണ്. ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ ഈസ് എ കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് AML. എന്താണ് ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ ഈസ് എ കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് AML എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ M3 ആണ്. അപ്പോൾ M5ൻ്റെ ക്വസ്റ്റ്യൻ, M3ൻ്റെ ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചല്ലോ. നെക്സ്റ്റ് AMLൻ്റെ തന്നെയാണ്. എയർ റോഡ്സ് ആർ കോമൺലി സീൻ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് AML. വിച്ച് ടൈപ്പ് ഓഫ് AMLാണ്? M3യിലാണ്. ഓക്കെ, M3യിലാണ് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ സീൻ ഇൻ ദ പെരിഫറൽ സ്മിയർ ഇൻ CML. എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സീൻ ഇൻ ദ പെരിഫറൽ സ്മിയർ ഇൻ CML. ഏതാണ് വരിക? നമ്മുടെ നോർമോബ്ലാസ്റ്റ് അതിനകത്ത് കാണപ്പെടുന്നുണ്ട്. മൈലോയിഡ് മെച്ചുറേഷൻ്റെ ഓൾ സ്റ്റേജസ് അതിനകത്ത് കാണപ്പെടും. ബേസോഫിൽസ് കാണപ്പെടും. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരിക. നെക്സ്റ്റ്, ഓയിൽ റെഡ് O പോസിറ്റിവിറ്റി ഈസ് സീൻ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ALL. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ALLലാണ് ഓയിൽ റെഡ് O പോസിറ്റിവിറ്റി കാണപ്പെടുന്നുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ L3യിലാണ് കേട്ടോ. L3യിലാണ്. ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് CML എക്സെപ്റ്റ്. ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് CML എക്സെപ്റ്റ് ഏതാണ് ഇവിടെ വരിക? മോഡറേറ്റ് ല്യൂക്കോസൈറ്റോസിസ് വരില്ല, സ്പ്ലെനോമെഗാലി വരില്ല, PH ക്രോമസോം വരില്ല, പിന്നെ വരിക ത്രോംബോസൈറ്റോപീനിയാണ്. ഓക്കെ, ത്രോംബോസൈറ്റോപീനിയാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരിക. നെക്സ്റ്റ്, ഡുവൽ എസ്റ്ററേസ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് വിച്ച് AML. എന്താണ് ഡുവൽ എസ്റ്ററേസ് ഏതിൻ്റെ ഡയഗ്നോസിസിനാണ്? M4ൻ്റെ ആണ് കേട്ടോ. M4. ഓൾ ആർ കോസസ് ഓഫ് ലിംഫോയിഡ് ല്യൂക്കമോയിഡ് റിയാക്ഷൻ എക്സെപ്റ്റ്. ഏതൊക്കെയാണ് ലിംഫോയിഡ് ല്യൂക്കമോയിഡിൻ്റെ കോസസ് ആയിട്ട് റിയാക്ഷനായിട്ട് വരുന്നുള്ളത്? ആ ഒരു റിയാക്ഷൻ്റെ കോസസ് ആയിട്ട് ഏതൊക്കെയാണ് വരുന്നുള്ളത്? നമ്മൾ നോക്കുകയാണെങ്കിൽ IMN വരുന്നുണ്ട്, വൂപ്പിംഗ് കഫ് വരും, ട്യൂബർക്കുലോസിസ് വരും. പക്ഷേ എന്ത് വരില്ല? ന്യൂമോകോക്കൽ ഇൻഫെക്ഷൻ ഇവിടെ വരുന്നില്ല. അപ്പോൾ D ആണ് കറക്റ്റായിട്ട് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമേൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെൻസ് ജോൺസ് പ്രോട്ടീനൂറിയ മൾട്ടിപ്പിൾ മൈലോമേൻ്റെ ഒരു ഫീച്ചറാണ്. മാർക്കഡ്ലി എലവേറ്റഡ് ESR ഒരു ഫീച്ചറാണ്. ഹൈപ്പർ ഗാമോ ഗ്ലോബിനേമിയും ഒരു ഫീച്ചറാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടെ കറക്റ്റായി വരിക. ഓക്കെ ആണല്ലോ. വിച്ച് കൊയാഗുലേഷൻ ഫാക്ടർ ഡെഫിഷ്യൻസി കോസസ് ഹീമോഫീലിയ A. ഏതാണ് ഏത് കൊയാഗുലേഷൻ ഫാക്ടർ ഡെഫിഷ്യൻസിയാണ് ഹീമോഫീലിയ A കോസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഫാക്ടർ 8 ആണ് കേട്ടോ. മാറിപ്പോകരുത്. ഫാക്ടർ 8 ആണ് ഹീമോഫീലിയ A ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്നുള്ള കൊയാഗുലേഷൻ ഫാക്ടർ. ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് ITP എക്സെപ്റ്റ്. ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് ITP എക്സെപ്റ്റ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ത്രോംബോസൈറ്റോപീനിയ ഒരു ഫീച്ചറായിട്ട് വരുന്നുണ്ട്, സ്പ്ലീനോമെഗാലി വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലീഡിങ് ടെൻഡൻസീസും ഉണ്ടാവും കേട്ടോ. എന്തുണ്ടാവില്ല? ഡിക്രീസ്ഡ് മെഗാകാരിയോസൈറ്റ്സിൻ്റെ ബോൺ മാരോ, അത് മാത്രം ഉണ്ടാവില്ല. അപ്പോൾ ഓപ്ഷൻ C ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോസസ് ഓഫ് ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോസസ് ഓഫ് ഡിസെമിനേറ്റഡ് ഇൻട്രാവസ്കുലാർ കൊയാഗുലേഷൻ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം, ഷോക്ക്, AML, M3 ഇതൊക്കെ വരും. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. നെക്സ്റ്റ്, ഇൻ ഹീമോഫീലിയ വിച്ച് ഈസ് കറക്റ്റ്. ഹീമോഫീലിയൻ്റെ കേസിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് കറക്റ്റാണെന്നാണ്. പ്രൊലോങ്ഡ് PTT ആൻഡ് നോർമൽ PT. ഇപ്പോൾ പ്രോത്രോംബിൻ ടൈമൊക്കെയാണ്. അപ്പോൾ പ്രൊലോങ്ഡ് PTTയും നോർമൽ PT ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. ഏതിൻ്റെ കേസിൽ? ഹീമോഫീലിയൻ്റെ കേസിൽ.
ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് CLL എക്സെപ്റ്റ്. ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് CLL എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോഡറൽ ല്യൂക്കോസൈറ്റോസിസ്, ലിംഫെദനോപ്പതി, സ്മഡ്ജ് സെൽസ് ഇൻ സ്മിയർ, ഇതൊക്കെ എന്തായിട്ട് വരും? CLLൻ്റെ ഫീച്ചറായിട്ട് വരും. എന്ത് വരില്ല? ത്രോംബോസൈറ്റോസിസ് വരില്ല. ഓക്കെ. നെക്സ്റ്റ് 47th ക്വസ്റ്റ്യൻ. ഹീമോലിറ്റിക് അനീമിയ ഈസ് കോമൺ ഇൻ മലേറിയ ഡ്യൂ ടു, നമുക്കറിയാം മലേറിയ കോസ് ചെയ്യുന്നുള്ള ഡിഫറെൻറ്റ് പ്ലാസ്മോഡിയം സ്പീഷീസ് ഉണ്ട് അല്ലേ? പ്ലാസ്മോഡിയം വൈവാക്സ്, ഒവേൽ, അതുപോലെ തന്നെ ഫാൽസിപ്പാരം, മലേറിയ എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ഉണ്ട്. അതിനകത്ത് ഏത് കോസ് ചെയ്യുന്നതിലാണ് എന്ത് ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകുന്നത്? ഏതാണ്? ഫാൽസിപ്പാരം കോസ് ചെയ്യുന്നുള്ളതിലാണ്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് WBC ഈസ് ക്യാരക്ടറിസ്റ്റിക്കലി ഇൻക്രീസ്ഡ് ഇൻ മലേറിയ? അപ്പോൾ മലേറിയൻ്റെ കേസിൽ ഏത് WBC ആണ് ഇൻക്രീസ് ചെയ്യുന്നുള്ളത്? ഏത് WBC ആണ്? മോണോസൈറ്റ് ആണോ, ന്യൂട്രോഫിൽ ആണോ, ലിംഫോസൈറ്റ് ആണോ, ഈസിനോഫിൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. മോണോസൈറ്റ് ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ. മൾട്ടിപ്പിൾ റിങ്സ് വിത്തിൻ RBC ഈസ് സീൻ ഇൻ മലേറിയ കോസ്ഡ് ബൈ. അപ്പോൾ നമ്മുടെ RBCക്കകത്ത് മൾട്ടിപ്പിൾ റിങ്സ് കാണപ്പെടുന്നത് ഏത് മലേറിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ? അതും ഫാൽസിപ്പാരം തന്നെയാണ്. ഓക്കെ. പ്ലാസ്മോഡിയ ഫാൽസിപ്പാരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മെത്തേഡ് ടു ഡിറ്റക്ട് മലേറിയൽ പാരസൈറ്റ്? അപ്പോൾ മലേറിയൽ പാരസൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഏതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. തിൻ സ്മിയർ മെത്തേഡ് ഉണ്ട്, തിക് സ്മിയർ ഉണ്ട്, അതുപോലെ തന്നെ ബഫി കോട്ട്, ക്വാണ്ടിറ്റേറ്റീവ് ബഫി കോട്ട് മെത്തേഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. ഹെയ്ൻസ് ബോഡീസ് കേട്ടിട്ടില്ലേ? ഹെയ്ൻസ് ബോഡീസ് ആർ ഫോംഡ് ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻസ് എക്സെപ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ നമ്മുടെ അൺസ്റ്റേബിൾ ഹീമോഗ്ലോബിനോപ്പതീസിൽ ഹെയ്ൻസ് ബോഡീസ് ഫോം ചെയ്യും. ആൽഫ തലൈസീമിയയിലും എന്ത് കോസ് ചെയ്യും? നമ്മളിപ്പോൾ പറഞ്ഞ ഹെയ്ൻസ് ബോഡീസ് ഫോം ചെയ്യും. GA6PD ഡെഫിഷ്യൻസിയിലും അത് കോസ് ചെയ്യും. പക്ഷെ എന്തിൽ കോസ് ചെയ്യില്ല? ലെഡ് ഇൻടോക്സിക്കേഷൻ്റെ കേസിൽ ഹെയ്ൻസ് ബോഡീസ് അവിടെ ഫോം ചെയ്യുന്നില്ല. ഓക്കെ. നെക്സ്റ്റ്, ഹീമോലിറ്റിക് അനീമിയ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഇവിടെ പ്ലാസ്മോഡിയം നമ്മളിപ്പോൾ പറഞ്ഞു. സിഫിലിസിൻ്റെ കേസിലും എന്തുണ്ട്? ഹീമോലിറ്റിക് അനീമിയ ഉണ്ട് കേട്ടോ. പിന്നെ മൈക്കോപ്ലാസ്മൽ ന്യൂമോണിയൻ്റെ കേസിലും ഹീമോലിറ്റിക് അനീമിയ ഉണ്ട്. ഹെർപ്പസ് സിംപ്ലക്സിൻ്റെ കേസിൽ ഏതില്ല? നമ്മളിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ഹീമോലിറ്റിക് അനീമിയ ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഇനി നെക്സ്റ്റ് ആവശ്യമുള്ളതെന്നും കൂടി ഒന്ന് പറയണേ. ഒന്നാമത് എക്സാം എടുത്തുകൊണ്ട് എനിക്ക് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ. സോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ പാരോക്സിസ്മൽ കോൾഡ് ഹീമോഗ്ലോബിനൂറിയ ഈസ്. എന്താണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഡോണത്ത് ലാൻഡ്സ്റ്റെയ്നർ ആൻറ്റിബോഡിയാണ്. ഡോണത്ത് ലാൻഡ്സ്റ്റെയ്നർ ആൻറ്റിബോഡിയാണ്. നെക്സ്റ്റ് ഇതാ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫാഗോസൈറ്റോസിസ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ്. ഫാഗോസൈറ്റോസിസ് എന്തിൻ്റെ ഫംഗ്ഷനാണ്? നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് എഴുതാൻ തോന്നും? മോണോസൈറ്റ് എഴുതാൻ തോന്നും ഇല്ലേ? പക്ഷേ ഇവിടെ നോക്ക്, ന്യൂട്രോഫിൽസും ഉണ്ട്, മോണോഫൈറ്റ്സും ഉണ്ട്, പിന്നെ ബോത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിലോട്ട് പോകണം? ബോത്തിലോട്ട് പോകണം. ഓക്കെ. നെക്സ്റ്റ് 55. ഓൾ ഓഫ് ദ ഹീമോഗ്ലോബിൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ നോർമൽ പേഴ്സൺ എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ നമ്മൾ HbF ഉണ്ട്, HbA ഉണ്ട്, ഹീമോഗ്ലോബിൻ A2 ഉണ്ട്, HbD ഉണ്ട്. ഇതിനകത്ത് എന്താണ് ക്വസ്റ്റ്യൻ? ആർ പ്രസൻറ്റ് ഇൻ ദ നോർമൽ പേഴ്സൺ. താഴെ തന്നിരിക്കുന്നതിൽ എല്ലാം നമ്മുടെ നോർമൽ പേഴ്സണിലുണ്ട്. എക്സെപ്റ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എക്സെപ്റ്റ് ഏതാണ്? HbD ഉണ്ടാവില്ല. നോർമൽ പേഴ്സണിൽ HbD ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, hematopoiesis in a 10-year-old patient with sickle cell anemia and hemolysis proceeds in the എന്താണ്? hematopoiesis in a 10-year-old patient ആണ്. with sickle cell anemia and hemolysis proceeds in the ഏതാണ് വരിക? marrow of axial skeleton ആണ്. proceeds in the marrow. hematopoiesis എവിടെയാണ് നടക്കുക? marrow of axial skeletonലാണ് നടക്കുക. ഓക്കെ. Hemophilia B is due to the deficiency of. Hemophilia B is due to the deficiency of ഫാക്ടർ 9 ആണ്. മാറിപ്പോകരുത്. ഏതാണ്? ഫാക്ടർ 9 ആണ് ഏത്? ഹീമോഫീലിയ B വരുന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹീമോഫീലിയ A. ഹീമോഫീലിയ A ആണെങ്കിൽ ഫാക്ടർ 8 ആണ്. ഇവിടെ ഹീമോഫീലിയ B ആയതുകൊണ്ട് ഫാക്ടർ 9 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റിലോട്ട് പോകാമല്ലോ. സിക്കിൾ ഷേപ്പ്ഡ് റെഡ് സെൽസ് ആർ സീൻ ഇൻ സിക്കിൾ സെൽ അനീമിയ ഈസ് ഡ്യൂ ടു ദി. എന്ത് കാരണം കൊണ്ടാണ് സിക്കിൾ സെൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള സെൽസിനെ കാണപ്പെടുന്നത്? ഒന്ന് ഡീഓക്സിജനേഷൻ ഓഫ് ബ്ലഡ്, പിന്നെ പ്രസൻസ് ഓഫ് HbS, പിന്നെ പോളിമറൈസേഷൻ ഓഫ് HbS. ഇതൊക്കെ കാരണമാണ് എന്ത് കാണപ്പെടുന്നത്? സിക്കിൾ ഷേപ്പ്ഡ് ആയിട്ടുള്ള റെഡ് സെൽസ് കാണപ്പെടുന്നത് അല്ലേ? നെക്സ്റ്റ്,
ESR is decreased in the following conditions except ESRൻ്റെ മെത്തേഡും അതിൻ്റെ നോർമൽ വാല്യൂം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു ESRൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ PCVൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഏകദേശം ഒരു സെയിം സിലബസ് ആയിരുന്നു കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ. അപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ ESR ഏത് കണ്ടീഷനിലാണ് ഈസ് ഡിക്രീസ്ഡ് ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻ എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? അയൺ ഡെഫിഷ്യൻസി അനീമിയൻ്റെ കേസിൽ ESR ഡിക്രീസ് ചെയ്യും, കറക്റ്റാണ്. സിക്കിൾ സെൽ അനീമിയൻ്റെ കേസിൽ ESR ഡിക്രീസ് ചെയ്യും, അതും കറക്റ്റാണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ കേസിൽ ESR ഡിക്രീസ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷനായിട്ട് വരിക കേട്ടോ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ത്രോംബോസൈറ്റ്സ് ആർ ഫോംഡ് ഫ്രം, ത്രോംബോസൈറ്റ്സ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? മെഗാകാരിയോസൈറ്റിൽ നിന്നാണ് അല്ലേ. വിറ്റാമിൻ ഇൻവോൾവ് ഇൻ ബ്ലഡ് കൊയാഗുലേഷൻ നോക്കാനുണ്ടോ? വിറ്റാമിൻ ഇൻവോൾവ് ഇൻ ബ്ലഡ് കൊയാഗുലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, വിറ്റാമിൻ K ആണ്. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ എന്യൂക്ലിയേറ്റഡ് ബ്ലഡ് സെൽസ് എക്സെപ്റ്റ് ഏതാണ്? എന്യൂക്ലിയേറ്റഡ് ബ്ലഡ് സെൽസ് എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. റെറ്റിക്കുലോസൈറ്റ്സ്, RBCs, ത്രോംബോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ്. ഇതിനകത്ത് ഏതാണ്? RBCs ആണ്. സോറി, RBCസിന് ന്യൂക്ലിയസ് ഇല്ലല്ലോ അല്ലേ. ഏതാണ്? ല്യൂക്കോസൈറ്റ്സ് ആണ് തെറ്റായിട്ട് വരുന്നത് കേട്ടോ. സോറി, എന്താണ്? ന്യൂക്ലിയസ് ഉള്ളത് വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വീണ്ടും ഹെയ്ൻസ് ബോഡീസ് നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഹെയ്ൻസ് ബോഡീസിനെ നമ്മൾ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക? ഏത് സ്റ്റെയിനിങ് മെത്തേഡ് വെച്ചിട്ടാണ്? ലീഷ്മാൻ സ്റ്റെയിനിങ് ആണോ, മീത്തൈൽ വാലറ്റ് ആണോ, ജീംസ സ്റ്റെയിനിങ് ആണോ, ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ സ്റ്റെയിനിങ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വരെ മീത്തൈൽ വയലറ്റ് സ്റ്റെയിനിങ് വെച്ചിട്ടാണ് ഹെയ്ൻസ് ബോഡീസ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അയൺ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ പ്ലാസ്മ ബൈ, അയൺ നമ്മുടെ പ്ലാസ്മയിൽ നിന്ന് ആരാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളത്? ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ട്രാൻസ്ഫെറിൻ ആണ്. ആരാണ്? ട്രാൻസ്ഫെറിൻ ആണ്. ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് എറിത്രോസൈറ്റ്സ് ആർ സീൻ ഇൻ ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻസ് എക്സെപ്റ്റ്, എന്താണ്? ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് എറിത്രോസൈറ്റ്സ് ആർ സീൻ ഇൻ ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻസ് എക്സെപ്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൽഫ തലീസീമിയയിൽ കാണും, അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ കാണും, സൈഡ്രോബ്ലാസ്റ്റിക് അനീമിയയിലും കാണും, എന്തിൽ കാണില്ല? സിക്കിൾ സെൽ അനീമിയയിൽ കാണില്ല. ഓക്കെ, നെക്സ്റ്റ് റെറ്റിക്കുലോസൈറ്റോസിസ്. ഓക്കെ, റെറ്റിക്കുലോസൈറ്റിൻ്റെയും എന്ത് നിങ്ങൾ പഠിക്കണം? നമ്മുടെ നോർമൽ വാല്യൂം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, റെറ്റിക്കുലോസൈറ്റ്സിൻ്റെ കേസിൽ ഈ സീൻ ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻസ് എക്സെപ്റ്റ് ഏത് കണ്ടീഷനിലാണ് നമ്മുടെ റെറ്റിക്കുലോസൈറ്റ്സ് കാണപ്പെടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അക്യൂട്ട് ബ്ലഡ് സെൽസിൻ്റെ കേസിൽ റെറ്റിക്കുലോസൈറ്റോസിസ് കാണാറുണ്ട്, അയൺ ഡെഫിഷ്യൻസി അനീമിയൻ്റെ കേസിലും കാണാറുണ്ട്, ഹീമോലിറ്റിക് അനീമിയൻ്റെ കേസിൽ കാണപ്പെടാറുണ്ട്. എന്തിൽ കാണപ്പെടില്ല? അപ്ലാസ്റ്റിക് അനീമിയൻ്റെ കേസിൽ കാണപ്പെടാറില്ല. ഈ അനീമിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, അതൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, ഹെപ്പാരിൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ റൂട്ടീൻ ആൻറ്റികോയാഗുലൻറ്റ് ബിക്കോസ്, നമ്മൾ പറഞ്ഞു ഹെപ്പാരിൻ എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ആൻറ്റികോയാഗുലൻ്റ് ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു റൂട്ടീൻ ആൻറ്റികോയാഗുലൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? ഇതൊരു നാച്ചുറൽ ആൻറ്റികോയാഗുലൻ്റ് ആയതുകൊണ്ടാണോ, കോസ്റ്റ്ലി ആയതുകൊണ്ടാണോ, അതല്ല ആൻറ്റി ത്രോംബിൻ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണോ, അതല്ല ഗിവ്സ് എ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഇൻ സ്റ്റെയിൻഡ് സ്മിയർ? ഇതാണ് കേട്ടോ മെയിനായിട്ട് ആൻസർ വരിക. ഗിവ്സ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഇൻ സ്റ്റെയിൻഡ് സ്മിയർ ആണ്. ഓക്കെ ആണല്ലോ. നോർമൽ ഓർ ഇൻക്രീസ്ഡ് ബോൺ മാരോ അയൺ stores are found in all of the conditions, following conditions except, എന്താണ്? നോർമൽ ഓർ ഇൻക്രീസ്ഡ് ബോൺ മാരോ അയൺ സ്റ്റോർസ് ആർ ഫൗണ്ട് ഇൻ ഓൾ ദ ഫോളോവിങ് കണ്ടീഷൻസ് എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, എക്സെപ്റ്റ് ആണ്. അപ്പോൾ അനീമിയ ഡ്യൂ ടു ലെഡ് ഇൻടോക്സിക്കേഷനിൽ ഇത് കാണപ്പെടാറുണ്ട്, സൈഡ്രോബ്ലാസ്റ്റിക് അനീമിയയിലുണ്ട്, അനീമിയ അസോസിയേറ്റഡ് വിത്ത് ക്രോണിക് ഇൻഫെക്ഷൻസിലുണ്ട്, എന്തിലില്ല? അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയൺ സ്റ്റോർസ് കാണപ്പെടാറില്ല. ഓക്കെ, അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ എന്ത് കാണില്ല? നമ്മുടെ അയൺ സ്റ്റോർസ് കാണപ്പെടില്ല. വെൻ ആക്ടിവേറ്റഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ആക്ട് ആസ് സെറിൻ ആക്ട് ആസ് സെറിൻ പ്രോട്ടീസ് എക്സെപ്റ്റ് ഫാക്ടർ, ഏതോ ഒരു ഫാക്ടർ മാത്രം സെറിൻ പ്രോട്ടീസ് ആയിട്ട് ആക്ട് ചെയ്യില്ല. അതേതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഫാക്ടർ 8 ആണ്. ഓക്കെ, ഫാക്ടർ 8 ആണ്. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് വിൽ പ്രൊലോങ് ദ PTT? എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് വിൽ പ്രൊലോങ് ദ PTT ആൻഡ് റിസൾട്ട് ഇൻ എ ബ്ലീഡിങ് ഡിസോർഡർ? ഏതാണ്? ഫാക്ടർ 11 ആണ്. ഏതാണ്? ഫാക്ടർ 11 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാക്ടർ 8 പഠിച്ചു, ഫാക്ടർ 9 പഠിച്ചു, ഫാക്ടർ 11 പഠിച്ചു.
നെക്സ്റ്റ് വിറ്റാമിൻ കെ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ കൊയാഗുലേഷൻ ആവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിനാണ്. സോ വിറ്റാമിൻ കെ ഈസ് റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ഫോളോവിങ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് എന്താണ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ 2, 10, 7, 5 ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ സിന്തസിസിന് എന്ത് വേണം? നമ്മുടെ വിറ്റാമിൻ കെ വേണം. എക്സെപ്റ്റ് ഏതിൻ്റെയും വേണ്ട, നമ്മുടെ 5ൻ്റെ ഫാക്ടർ 5ന് നമ്മുടെ വിറ്റാമിൻ കെൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഫാക്ടർ 5ന് നമ്മുടെ വിറ്റാമിൻ കെൻ്റെ ആവശ്യം ഇല്ല. Which of the following test is most helpful in establishing the diagnosis of a case of hypochromic microcytic anemia with a family history of beta thalassemia? ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം കേട്ടോ. ഒന്നുകൂടെ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് മോസ്റ്റ് ഹെൽപ്ഫുൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ ഡയഗ്നോസിസ് ഓഫ് എ കേസ് ഓഫ് ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ വിത്ത് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് ബീറ്റ തലാസീമിയ? അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സെറം അയൺ ആൻഡ് അയൺ ബൈൻഡിങ് കപ്പാസിറ്റി, ബോൺ മാരോ അയൺ സ്റ്റെയിനിങ്, HB ഇലക്ട്രോഫോറസിസ്, ഹെയ്ൻസ് ബോഡി പ്രിപ്പറേഷൻ. അപ്പോൾ ഏതാണ് മോസ്റ്റ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? നമ്മുടെ ഇലക്ട്രോഫോറസിസ് ആയിരിക്കും കേട്ടോ, ഇലക്ട്രോഫോറസിസ്. നെക്സ്റ്റ്, ബ്ലീഡിങ് ടൈം ഈസ് പ്രൊലോങ്ഡ് ഇൻ ഓൾ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് എക്സെപ്റ്റ് ഏതിലാണ്? നമ്മുടെ ത്രോംബോസൈറ്റോപീനിയ ആണോ, അതുപോലെ തന്നെ വോൺ വിൽബ്രാൻസ് ഡിസീസ് ആണോ, വിറ്റാമിൻ കെ ഡെഫിഷ്യൻസി ആണോ, ആസ്പിരിൻ അഡ്മിനിസ്ട്രേഷൻ ആണോ? ഇവിടെ വിറ്റാമിൻ കെ ഡെഫിഷ്യൻസിയാണ്. ബാക്കി എല്ലാ കേസിലും എന്താണ്? ബ്ലീഡിങ് ടൈം പ്രൊലോങ് ചെയ്യും. നെക്സ്റ്റ് വീണ്ടും ഒരു ESRൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ESR ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഏത് ഫാക്ടറാണ് നമ്മുടെ ESRനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്? കോൺസെൻട്രേഷൻ ഓഫ് പ്ലാസ്മ ഫൈബ്രിനോജൻ, ഇൻക്ലിനേഷൻ ഓഫ് ദ ട്യൂബ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഷേപ്പ് ഓഫ് ദ RBC അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് വരും. ഓക്കെ, ഫോളോയിങ് ആൻറ്റികോയാഗുലൻസ് റിമൂവ്സ് കാൽഷ്യം എക്സെപ്റ്റ്. നമുക്ക് ആൻറ്റികോയാഗുലൻസ് നമ്മൾ ഡിഫറൻറ്റ് പഠിച്ചു. അപ്പോൾ അതിനകത്ത് ഏത് ആൻറ്റികോയാഗുലൻ്റ് ആണ് എന്താണ് കാൽഷ്യത്തിന് റിമൂവ് ചെയ്യാത്തത് അല്ലേ? അങ്ങനെയല്ലേ ഇവിടെ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഹെപ്പാരിൻ ആണ്. EDTA, ഓക്സലേറ്റ്സ്, ട്രൈസോഡിയം സിട്രേറ്റ് ഒക്കെ കാൽഷ്യത്തിന് റിമൂവ് ചെയ്യും. ആര് ചെയ്യില്ല? ഹെപ്പാരിൻ ചെയ്യില്ല. ഓക്കെ, ഹെപ്പാരിൻ ചെയ്യില്ല. ദ ഫോളോയിങ് സ്റ്റെയിൻ ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിസ്റ്റിങ്വിഷിംഗ് AML ഫ്രം ALL എക്സെപ്റ്റ്. AMLും ALLും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ടെസ്റ്റ് ഏതൊക്കെയാണ്? നമ്മുടെ PAS സ്റ്റെയിനിങ് യൂസ് ചെയ്യാം, MPO സ്റ്റെയിനിങ് യൂസ് ചെയ്യാം, സുഡാൻ ബ്ലാക്കും യൂസ് ചെയ്യാം. പക്ഷേ എസ്റ്ററേസ് സ്റ്റെയിനിങ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, മൈലോബ്ലാസ്റ്റ് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലുക്കീമിയാസ്? മൈലോബ്ലാസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് താഴെ പറഞ്ഞിരിക്കുന്നതിൽ വിച്ച് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ലുക്കീമിയാസ് എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുള്ളത്. CML കാണും, എരിത്രോയിഡ് ലുക്കീമിയയിലും കാണും. അപ്പോൾ എന്താണ്? ബോത്ത് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ CMLും എരിത്രോയിഡ് ലുക്കീമിയയും. ഓക്കെ, ഓരോ ഓപ്ഷനിലും അറിയാത്ത കാര്യങ്ങളുണ്ട്, അപ്പോൾ തന്നെ പഠിച്ചു നോക്കണേ. നെക്സ്റ്റ് 78th ക്വസ്റ്റ്യൻ ആണ്. ലാബ് സ്റ്റെയിൻ ഈസ് LAP സ്റ്റെയിൻ കേട്ടോ. ഈസ് യൂസ്ഫുൾ ഇൻ ദ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഓഫ് CML ആൻഡ് ലുക്കമോയിഡ് റിയാക്ഷൻസ്. എന്താണ്? CML ആൻഡ് ലുക്കമോയിഡ് റിയാക്ഷൻസിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ഇൻ ഡയഗ്നോസിങ് എ സസ്പെക്റ്റഡ് കേസ് ഓഫ് DIC? നോട്ട് ഹെൽപ്ഫുൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ PTയും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും PTTയും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ സ്റ്റഡീസ് ഇതിന് ഹെൽപ്ഫുൾ അല്ല. ഓക്കെ, നെക്സ്റ്റ്, ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ഈസ് പെർഫോംഡ് ടു ഡിറ്റക്ട്. ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് സെൻസിറ്റൈസ്ഡ് റെഡ് സെൽസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്. സെൻസിറ്റൈസ്ഡ് റെഡ് സെൽസ്. അപ്പോൾ പിന്നെ ഒന്നുകൂടെ ഒരു കാര്യം കൂടി പറയട്ടെ. എൻസൈമോളജി നിങ്ങൾക്കുണ്ടല്ലോ അല്ലേ പഠിക്കാൻ. അപ്പോൾ ആ എൻസൈമോളജീൻ്റെ കുറച്ച് MCQs നിങ്ങൾക്ക് സാനിറ്ററി കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് കിട്ടും. അതിനകത്ത് ഡിഫറെൻറ്റ് ടോപ്പിക്സിൻ്റെ കുറച്ച് MCQs ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻസൈമോളജിയൊക്കെ ഈ നമ്മുടെ 2 സിലബസും സെയിം ആയിരുന്നു. അപ്പോൾ എൻസൈമോളജിയൊക്കെ നിങ്ങൾ അതിലൊന്നുകൂടി പോയി നോക്കുക. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സ് കൂടി ഒന്ന് നോക്കുക. ബയോകെമിക്കൽ ടെക്നിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ MCQs പറ്റുവാണെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ ആണല്ലോ. എൻസൈമോളജി നിങ്ങൾ മിക്കവാറും കാണേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫസ്റ്റ് ലൈൻ കൊയാഗുലേഷൻ സ്ക്രീനിങ് ടെസ്റ്റ് ഇൻക്ലൂഡ് ഓൾ ദ ഫോളോയിങ് ടെസ്റ്റ് എക്സെപ്റ്റ്. ഫസ്റ്റ് ലൈൻ കൊയാഗുലേഷൻ സ്ക്രീനിങ് ടെസ്റ്റ് ഇൻക്ലൂഡ് ഓൾ ദ ഫോളോയിങ് ടെസ്റ്റ് എക്സെപ്റ്റ് ഏതാണ്? പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ സ്റ്റഡീസ്, PT, അതുപോലെ തന്നെ PTT, ഹോൾ ബ്ലഡ് കൊയാഗുലേഷൻ ടൈം. ഇവിടെ വരിക പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ലൈൻ കൊയാഗുലേഷൻ സ്ക്രീനിങ് ടെസ്റ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ സ്റ്റഡീസ് ആണ്. നെക്സ്റ്റ്, abnormality in HbS can be denoted as. ഇതാണ് നമ്മൾ
വാലിനും ഗ്ലൂട്ടാമിനുമാണ് അല്ലേ. ബ്രില്യൻറ്റ് ക്രിസൈൽ ബ്ലൂ സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ്. ബ്രില്യൻറ്റ് ക്രിസൈൽ ബ്ലൂ നമ്മൾ എന്തിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്? ടാർഗറ്റ് സെൽസിൻ്റെയോ നമ്മൾ മെയിനായിട്ട് റെറ്റിക്കുലോസൈറ്റ്സ് ആണ്. ഓക്കെ, റെറ്റിക്കുലോസൈറ്റ് ആണ്. നെക്സ്റ്റ്, പെർസെൻറ്റേജ് ഓഫ് HbA2 ഇൻ അഡൾട്ട്സ് ഇൻഡിവിജ്വൽ ഈസ്. അഡൾട്ട്സ് ഇൻഡിവിജ്വൽസിലെ HbA2ൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 1.5% to 3% ആണ്. എത്രയാണ്? 1.5% to 3% ആണ്. RBC ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് കണ്ടെയ്ൻസ് ദ ഫോളോയിങ് ഇൻഗ്രീഡിയൻസ് എക്സെപ്റ്റ്. അത് നോക്കി, ഒരുപാട് എക്സെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡിൽ NaCl ഉണ്ട്, അതുപോലെ തന്നെ ഫോർമാലിൻ ഉണ്ട്, അതുപോലെ തന്നെ സോഡിയം സിട്രേറ്റ് ഉണ്ട്. ആരില്ല? അസറ്റിക് ആസിഡ് ഇല്ല. ഓക്കെ, അസറ്റിക് ആസിഡ് ഇല്ല. നെക്സ്റ്റ്, വിൻട്രോപ്സ് ട്യൂബ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് എക്സെപ്റ്റ്. വീണ്ടും എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വിൻട്രോപ്സ് ട്യൂബ് നമ്മൾ PCVക്കും ESRനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ. ബഫി കോട്ട് ഒബ്റ്റെയിൻ ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ HBൻ്റെ എസ്റ്റിമേഷൻ നമുക്ക് ഒരു ഉപയോഗമില്ലാത്ത ആളാണ്, ഒരു റിലേഷൻ, ഒരു ബന്ധമില്ലാത്ത ആളാണ് വിൻട്രോപ്സ് ട്യൂബ്. ഓക്കെ, നെക്സ്റ്റ്, ഈസിനോഫിൽസ് ആർ ഇൻക്രീസ്ഡ് ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻസ് എക്സെപ്റ്റ്. ഈസിനോഫിൽസിൻ്റെ നോർമൽ വാല്യൂസൊക്കെ നോക്കി വെക്കുക. പിന്നെ അത് ഇൻക്രീസ് ചെയ്യുന്നുള്ള കണ്ടീഷൻസ്, ഡിക്രീസ് ചെയ്യുന്നുള്ള കണ്ടീഷൻസ് ഒക്കെ നോക്കി വെക്കുക. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻക്രീസ്ഡ്. ആസ്മേൻ്റെ കേസിൽ അത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻസിൻ്റെ കേസിലും അത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇൻഫ്ലമേറ്ററി സ്കിൻ ഡിസീസേഴ്സിൻ്റെ കാര്യത്തിലും അത് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആർ ഇൻക്രീസ്ഡ് ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻസ് എക്സെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണോ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെന്നാണ് ഒരു ഓർമ്മ കേട്ടോ. നെക്സ്റ്റ്, ബേസോഫീലിയ ഈസ് വെരി കോമൺ ഇൻ. ബേസോഫീലിയ ഈസ് വെരി കോമൺ ഇൻ CML ആണ് കേട്ടോ, CML. മൈലോപോയസിസ് ഇൻക്ലൂഡ് ഇവിടെ നമ്മൾ 87ൻ്റെ ആൻസർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ, അറിയാത്തതുണ്ടെങ്കിൽ 87B ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മൈലോപോയസിസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് സെൽസ് എക്സെപ്റ്റ്. മൈലോപോയസിസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് സെൽസ് എക്സെപ്റ്റ് നോർമോബ്ലാസ്റ്റ് ആണ് കേട്ടോ. നോർമൽ വാല്യൂ ഓഫ് മീൻ സെൽ ഹീമോഗ്ലോബിൻ ഈസ്. മീൻ സെൽ ഹീമോഗ്ലോബിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ് വരിക? 27 to 32 ആണ്. 27 to 32 ആണ്. ബേസിക് കോമ്പോണൻറ്റ് ഓഫ് ലീഷ്മാൻ സ്റ്റെയിൻ. ലീഷ്മാൻ സ്റ്റെയിൻ്റെ ബേസിക് ആയിട്ടുള്ള കോമ്പോണൻറ്റ് ഏത്? ബേസിക് ആയിട്ടുള്ള കോമ്പോണൻറ്റില്ല, ബേസിക് പാർട്ട് ഏതാണ്? ബേസിക് കോമ്പോണൻ്റ് ആണ്. അപ്പോൾ ലീഷ്മാൻ സ്റ്റെയിൻ്റെ ബേസിക് ആയിട്ടുള്ള കോമ്പോണൻറ്റ് ഏതാണ്? ക്രിസ്റ്റൽ വയലറ്റ് ആണോ, മെത്തിലിൻ ബ്ലൂ ആണോ, ഇയോസിൻ ആണോ, അതുപോലെ തന്നെ ന്യൂട്രൽ റെഡ് ആണോ, മെത്തിലിൻ ബ്ലൂ ആണ് ബേസിക്, മെത്തിലിൻ ബ്ലൂ ബി ബേസിക്. അങ്ങനെയാണ് ഞാൻ ഓർത്ത് വെക്കാറുള്ളത്. പെർനീഷ്യസ് അനീമിയ ഈസ് ഡ്യൂ ടു. പെർനീഷ്യസ് അനീമിയ, പ്ലാസ്റ്റിക് അനീമിയ, മൈക്രോസിറ്റിക് അനീമിയ, ഹീമോലിറ്റിക് അനീമിയ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനീമിയ ഉണ്ട്. ടൈം കിട്ടുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് എന്തുകൊണ്ടാണെന്നൊക്കെ നോക്കി വെക്കാം. അപ്പോൾ ഇവിടെ പെർനീഷ്യസ് അനീമിയ എന്താണ്? നമ്മുടെ വിറ്റാമിൻ B12ൻ്റെ ഡിക്രീസ്ഡ് B12 അബ്സോർപ്ഷൻ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഇൻട്രിൻസിക് ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ വിറ്റാമിൻ B12 നമ്മൾ ആൻറ്റി പെർനീഷ്യസ് അനീമിയ എന്നും കൂടി അറിയപ്പെടാറുണ്ട്. ഓക്കെ, പെർനീഷ്യസ് അനീമിയ ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഫ്രം ദ അതർ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ബൈ. എങ്ങനെയാണ് നമ്മൾ പെർനീഷ്യസ് അനീമിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ളത്? ഏതോ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ ടെസ്റ്റിൻ്റെ പേരാണ് ഷില്ലിങ്സ് ടെസ്റ്റ്. ഇതാണ് ഷില്ലിങ്സ് ടെസ്റ്റ്. നെക്സ്റ്റ്, ടാർഗറ്റ് സെൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് തലാസീമിയാണ്. നെക്സ്റ്റ്, സെഡ്രോസൈറ്റ്സ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ബൈ ഏത് സ്റ്റെയിനിങ് ആണ്? പേൾസ് സ്റ്റെയിനിങ് ആണ് സെഡ്രോസൈറ്റ്സ്. പേൾ സ്റ്റെയിനിങ്. ആൻറ്റികോയാഗുലൻസ് സ്യൂട്ടബിൾ ഫോർ പ്ലാസ്മ കൊയാഗുലേഷൻ സ്റ്റഡീസ്. പ്ലാസ്മ കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിലല്ലേ പറഞ്ഞത് ഈ ക്ലാസ്സിലല്ല, വേറെ ആയിരുന്നു. എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ സോഡിയം സിട്രേറ്റിൻ്റെ റേഷ്യോ, അതുപോലെ തന്നെ ചില ആൻറ്റികോയാഗുലൻസിൻ്റെ റേഷ്യോ ഉണ്ടല്ലോ, അത് മാറിപ്പോയത് 9:1 1:4 ഒക്കെ ഇല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. അത് പഠിച്ചു വെക്കണം, അത് വിട്ടുപോയിട്ടുള്ളവരൊന്ന് ഓർത്ത് വെക്കണേ. നെക്സ്റ്റ്, ലാർജസ്റ്റ് സെൽ ഇൻ ദ ബോൺ മാരോ ഈസ്. ഏതാണ്? മെഗാ കാരിയോസൈറ്റ് ആണ് കേട്ടോ. മെഗാ കാരിയോസൈറ്റ് ആണ് ലാർജസ്റ്റ് സെല്ലായിട്ട് വരുന്നുള്ളത്. 98. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ വിത്ത് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ്. എന്താണ്? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ വിത്ത് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ്. ഏതാണ്? ലെഡ് പോയ്സണിങ് ആണ്. ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഇൻ ഹെറിഡിറ്ററി സ്പെറോസൈറ്റോസിസ്. ഓക്കെ, ഹെറിഡിറ്ററി സ്പെറോസൈറ്റോസിസ്.
നെക്സ്റ്റ് vascular hemophilia. vascular hemophilia is due to the deficiency of ഈ ഫാക്ടർ 8ഉം 9ഉം ഒന്നുമല്ല, എന്താണ്, വോൺ വില്ലേബ്രാൻസ് ഫാക്ടറാണ്. വോൺ വില്ലേബ്രാൻസ് ഫാക്ടറാണ്. ഫിലാഡൽഫിയ ക്രോമസോം ഇൻ CML ഈസ് ഡ്യൂ ടു റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് DNA മെറ്റീരിയൽ ബിറ്റ്വീൻ. ഏതൊക്കെ എന്താണ് ക്രോമസോമിൻ്റെ ഇടയിലുള്ള ട്രാൻസ്ലൊക്കേഷൻ മൂലമാണ്? ഏതാണ് വരിക? ഒന്ന് നോക്കി. ക്രോമസോം 8 and 22 അല്ല, 9 and 22 ആണ്. ക്രോമസോം 9 and 22 ആണ്. ഗ്രാനുലോസൈറ്റ്സ് ഫെയിൽസ് ടു എക്സിബിറ്റ് നോർമൽ ന്യൂക്ലിയർ സെഗ്മെൻറ്റേഷൻ ഇൻ. ഗ്രാനുലോസൈറ്റ്സ് ഫെയിൽസ് ടു എക്സിബിറ്റ് നോർമൽ ന്യൂക്ലിയർ സെഗ്മെൻറ്റേഷൻ ഇൻ. ഏതാണ്? പെൽഗർ-ഹുവറ്റ് അനോമലിയാണ്. പെൽഗർ-ഹുവറ്റ് അനോമലിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഷോ ഹൈപ്പർ സെഗ്മെൻറ്റഡ് ന്യൂട്രോഫിൽസ് ഇൻ ദ പെരിഫറൽ ബ്ലഡ്. അപ്പോൾ പെരിഫറൽ ബ്ലഡിനകത്ത് ഹൈപ്പർ സെഗ്മെൻറ്റഡ് ന്യൂട്രോഫിൽസ് കാണിക്കുന്നത് ഏതിനകത്താണ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താണ് ഹോംവർക്കായിട്ട് തന്നിരിക്കുന്നത്? അനീമിയ, മൊത്തം അനീമിയനെ കുറിച്ചൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, നമ്മളിപ്പോൾ ഫാക്ടർ 8 9 ഒക്കെ പറഞ്ഞില്ലേ, കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക, അനീമിയ പഠിച്ചു വെക്കുക. ഇതാണ് മെയിനായിട്ടുള്ള ഇന്നത്തെ വർക്ക്. അതുപോലെ തന്നെ നമ്മുടെ സാനിറ്ററി ഗെയിംസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എൻസൈമോളജിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാം. സോ താങ്ക് യു. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.